ഹായ് ഡിയർ സ്റ്റുഡൻസ്, ആവർത്തന പഠനം 8ലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓഡിയോ ട്രാൻസ്ലേഷൻ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് ഹാബിച്വൽ ആക്ഷൻ, ട്രെൻഡ്, ലോങ് ടേം ടെമ്പററി ആക്ഷൻസ് ആൻഡ് പ്ലാൻഡ് ഫ്യൂച്ചർ എന്നിവയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറികൾ ഇസ് ആർ ആം തന്നെയാണ്. ഈ ആവർത്തന പാഠങ്ങളിൽ മലയാളം പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് പറയാൻ ശ്രമിച്ചു നോക്കണം. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് ഇംഗ്ലീഷ് വരുമ്പോൾ ഇംഗ്ലീഷ് വാക്യങ്ങളും കൂടെ പറഞ്ഞ് പഠിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. അവൻ എന്നും വൈകി ഉണരുന്നു. ഉണരുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് wake up. അപ്പോൾ വാക്യം എന്താവും? He is always waking up late. He is always waking up late. ചില കുട്ടികൾ എപ്പോഴും ക്ലാസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. Some students are always making problems in the class. Some students are always making problems in the class. അവൾ എപ്പോഴും അവളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നു. She is always complaining about her problems. She is always complaining about her problems. മീര എപ്പോഴും അസംബന്ധം പറയുന്നു അല്ലെങ്കിൽ വിഡ്ഢിത്തം പറയുന്നു. മീര ഈസ് ഓൾവേസ് ടോക്കിംഗ് നോൺസെൻസ്. മീര ഈസ് ഓൾവേസ് ടോക്കിംഗ് നോൺസെൻസ്. എന്റെ പേരക്കുട്ടി എപ്പോഴും നഖം കടിക്കുന്നു. My grandchild is always biting nails. My grandchild is always biting nails. ഈ വാക്യങ്ങളെല്ലാം നോക്കൂ, നെഗറ്റീവ് റിമാർക്സ് ഉള്ള ഹാബിച്വൽ ആക്ഷനുകളാണ്. ഇനി അടുത്ത വാക്യങ്ങൾ പ്ലാൻഡ് ഫ്യൂച്ചർ സെന്റൻസുകളാണ്. ഞങ്ങൾ അടുത്തയാഴ്ച ദുബായിക്ക് പോവുകയാണ്. We are going to Dubai next week. We are going to Dubai next week. അവർ നാളെ ചെന്നൈയിലേക്ക് പോകുന്നില്ല. They are not going to Chennai tomorrow. They are not going to Chennai tomorrow. എൻ്റെ സുഹൃത്ത് അടുത്ത ഞായറാഴ്ച വരികയാണ്. My friend is coming next Sunday. My friend is coming next Sunday. ഞാൻ 2025 മെയ് മാസത്തിൽ റിട്ടയർ ചെയ്യുകയാണ്. I am retiring in May 2025. I am retiring in May 2025. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് നെഗറ്റീവ് റിമാർക്സ് ഉള്ള ഹാബിച്വൽ ആക്ഷൻ സെന്റൻസുകളും പ്ലാൻഡ് ഫ്യൂച്ചർ സെന്റൻസുകളുമാണ്. ഇത് സാധാരണ സംസാര ഭാഷയിൽ അധികമായി ഉപയോഗിക്കാറില്ല. നേറ്റീവ് സ്പീക്കേഴ്സാണ് കൂടുതലായും ഇത് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈർഘ്യമേറിയ
താൽക്കാലികമായ പ്രവർത്തികളെ സൂചിപ്പിക്കുന്ന സെന്റൻസുകളാണ്. അതായത് ലോങ് ടേം ടെമ്പററി ആക്ഷൻസ്. ഉദാഹരണങ്ങൾ നോക്കൂ. അവൻ ബിസിനസ് ചെയ്യുകയാണ്. ഹി ഈസ് ഡൂയിങ് ബിസിനസ്. ഹി ഈസ് ഡൂയിങ് ബിസിനസ്. അവന്റെ മാമൻ ആത്മകഥ എഴുതുകയാണ്. ഹിസ് അങ്കിൾ ഈസ് റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി. ഹിസ് അങ്കിൾ ഈസ് റൈറ്റിംഗ് ആൻ ഓട്ടോബയോഗ്രഫി. റീന ജർമ്മൻ ഭാഷ പഠിക്കുകയാണ്. റീന ഈസ് ലേണിംഗ് ജർമ്മൻ. റീന ഈസ് ലേണിംഗ് ജർമ്മൻ. അവൻ IELTS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. He is preparing for IELTS exam. He is preparing for IELTS exam. എൻ്റെ സുഹൃത്ത് ഒരു കഥ എഴുതുകയാണ്. My friend is writing a story. My friend is writing a story. എൻ്റെ കോഴ്സ് കഴിയുന്നതുവരെ ഞാൻ അമ്മാവൻ്റെ കൂടെ താമസിക്കുകയാണ്. I am living with my uncle until I finish my course. I am living with my uncle until I finish my course. അവൻ്റെ പരിക്ക് ഭേദമാകുന്നതുവരെ അവൻ വീൽ ചെയർ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ്. He is using a wheelchair until he heals his injury. He is using a wheelchair until he heals his injury. ആശാരി ഒരു കട്ടിലുണ്ടാക്കുകയാണ്. The carpenter is making a cot. The carpenter is making a cot. അവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുകയാണ് അല്ലെങ്കിൽ PGക്ക് പഠിക്കുകയാണ്. He is doing his post graduation. He is doing his post graduation. അവൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. He is working in a private company. He is working in a private company. അവർ തൽക്കാലത്തേക്ക് ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. They are staying in a hotel for the time being. They are staying in a hotel for the time being. ഇനി കാലാകാലങ്ങളിൽ സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഇവയും ഇസാറാം പ്ലസ് വെർബ് പ്ലസ് ING എന്ന സ്ട്രക്ചറിൽ തന്നെയാണ് പറയുക. നോക്കൂ, കൂടുതൽ ആളുകൾ സസ്യബുക്കുകളായി മാറുകയാണ്. More and more people are becoming vegetarians. More and more people are becoming vegetarians. കൂടുതൽ ആളുകൾ ഇപ്പോൾ വീട്ടിലെ ഭക്ഷണത്തിന് പകരം ജങ്ക് ഫുഡ് കഴിക്കുന്നു. More and more people are using junk food instead of home cooked food. More and more people are using junk food instead of home cooked food.
അധികം ആളുകളും നേരിട്ട് പണം കൊടുക്കുന്നതിന് പകരം ഗൂഗിൾ പേയാണ് ഉപയോഗിക്കുന്നത്. മോർ പീപ്പിൾ ആർ യൂസിങ് ഗൂഗിൾ പേ ഇൻസ്റ്റെഡ് ഓഫ് ക്യാഷ്. More people are using Google Pay instead of cash. ഇപ്പോൾ കൂടുതൽ ആളുകളും ഓൺലൈനായാണ് സാധനങ്ങൾ വാങ്ങുന്നത്. These days, most people are buying almost all products online. These days, most people are buying almost all products online. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ 4 ടൈപ്പിലുള്ള സെന്റൻസുകളെല്ലാം യഥാർത്ഥത്തിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസുകളാണ്. നിങ്ങളെല്ലാം അറിയാതെ തന്നെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ബൈ.